മലയാള സിനിമയിൽ ഒരു തലമുറയുടെ സിരകളിലാകെ തിരയാവേശത്തിന്റെ തീ കോരി നിറച്ച ക്ഷുഭിത യൗവനമായിരുന്നു സുകുമാരൻ. തീക്ഷ്ണമായ കണ്ണുകളിൽ നിഷേധത്തിന്റെ കടലിരമ്പിയ നായക സങ്കല്പം. സിനിമകളിൽ കഥാപാത്രങ്ങളുടെ അഴകളവുകൾക്കൊപ്പം അഭിനയത്തിന്റെ വേറിട്ട വഴികളിലൂടെ നടന്നപ്പോഴും ജീവിതത്തിൽ അഭിനയിക്കുവാൻ അറിയാത്ത പച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. പഴയ മാമൂലുകളെ ചോദ്യം ചെയ്ത് മേലാളന്മാരുടെ മുഖത്തു നോക്കി ശക്തമായ ഡയലോഗുകൾ പറയുന്ന ധിക്കാരിയെ പോലെയാണ് 1970കളിലും 80കളിലും മലയാള സിനിമയിലേക്ക് സുകുമാരൻ കയറി വന്നത്. അക്കാലത്ത് രാഷ്ട്രീയത്തിലും കലയിലും പുതിയ ചെറുപ്പക്കാർ കടന്നു വന്ന് പഴയ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ക്ഷുഭിത യൗവനത്തെയും അദ്ദേഹത്തിന്റെ കത്തിക്കയറുന്ന ഡയലോഗ് ഡെലിവറിയെയും അന്നത്തെ യുവതലമുറ ആവേശത്തോടെ നെഞ്ചിലേറ്റി. 1948 ജൂൺ 10 മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ എടപ്പാൾ വില്ലേജിലുള്ള പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെയും സുഭദ്രാമ്മയുടെയും മകനായാണ് പി സുകുമാരൻ നായർ എന്ന സുകുമാരന്റെ ജനനം. പാലാ സെന്റ് തോമസ് HSS, തൃശൂർ CMS HSS എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സ്വർണ്ണ മെഡലോടെ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി. പഠനശേഷം കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അധ്യാപിക ജോലി രാജിവെച്ച് സിനിമയിലെത്തിയ സുകുമാരൻ 1973 MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തെത്തുന്നത്. ദേശീയ പുരസ്കാരം നേടിയ ആ ചിത്രത്തിലെ അപ്പു എന്ന കഥാപാത്രം അദ്ദേഹത്തിന് വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു. തുടർന്ന് 1977 പുറത്തിറങ്ങിയ ശംഖുപുഷ്പം എന്ന സിനിമയിലെ ഡോക്ടർ വേണു എന്ന വേഷം സുകുമാരൻ എന്ന പുത്തൻ താരോദയത്തിന് അടിത്തറയിട്ടു. 1978 MTയുടെ തന്നെ ബന്ധനം എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഒരു വർഷത്തിൽ 40ഓളം ചിത്രങ്ങളിൽ വരെ അഭിനയിച്ച് മലയാള സിനിമയുടെ താരസിംഹാസനം ഭരിച്ച ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 70കളിൽ ജയൻ, MG സോമൻ എന്നിവർക്കൊപ്പം മലയാള സിനിമയിലെ യുവതാര ശക്തിയായി മാറിയ സുകുമാരൻ പ്രേം നസീറിനും മധുവിനുമൊപ്പം മുൻനിരയിൽ തിളങ്ങി. അക്കാലത്ത് അങ്ങാടി, കോളിളക്കം, ചാകര, ആക്രമണം, അവളുടെ രാവുകൾ, സ്ഫോടനം തുടങ്ങിയ സിനിമകളിലെ സുകുമാരന്റെ മാസ് ഡയലോഗുകൾ തിയേറ്ററുകളിൽ വൻ ആഘോഷമായി മാറി. 1980 പുറത്തിറങ്ങിയ ക്യാമ്പസ് ഹിറ്റ് ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരിയിലെ കോളേജ് അധ്യാപകനായ ജയദേവൻ അദ്ദേഹത്തിന്റെ അഭിനയ സാധ്യത തെളിയിച്ച മറ്റൊരു മികച്ച വേഷമായിരുന്നു. 80കളുടെ മധ്യത്തോടെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ പുതിയ താരനിര ഉദിച്ചുയർന്നപ്പോൾ സുകുമാരൻ സ്വഭാവ വേഷങ്ങളിലേക്കും ശക്തമായ പ്രതിനായക വേഷങ്ങളിലേക്കും വളരെ പെട്ടെന്ന് വഴിമാറി. നായകനല്ലെങ്കിൽ പോലും നായക പ്രാധാന്യമുള്ള ഒട്ടനവധി വേഷങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ഒരു CBI ഡയറിക്കുറിപ്പ്, ജാഗ്രത എന്നീ ചിത്രങ്ങളിലെ DYSP ദേവദാസ്, ന്യായവിധിയിലെ മാർക്ക് ഫോർ സൈറ്റ്, വിറ്റ്നസ്സിലെ CI തോമസ് മാത്യു, കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ കോര, ഉത്സവ പിറ്റേന്നിലെ ഏട്ടൻ തമ്പുരാൻ, ഓഗസ്റ്റ് 1 മുഖ്യമന്ത്രി എന്നിവ അതിൽ ചിലത് മാത്രമാണ്. ഇരകൾ, ഉത്തരം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വെറുമൊരു നടൻ എന്നതിലുപരി മികച്ച നിലവാരമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനും അദ്ദേഹം മടിച്ചില്ല. KG ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ, പത്മരാജന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത പടയണി എന്നീ മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ചത് സുകുമാരനായിരുന്നു. സിനിമയിലെ ലോബിയിങ് വ്യവസ്ഥകൾക്കെതിരെയും അനീതികൾക്കെതിരെയും നിരന്തരം കലഹിച്ച അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. 1973 മുതൽ 1997 വരെയുള്ള 24 വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ 250ഓളം സിനിമകളിൽ വേഷമിട്ട സുകുമാരൻ തന്റെ 49ാം വയസ്സിൽ 1997 ജൂൺ 16 ഹൃദയാഘാതത്തെ തുടർന്ന് അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. 1978 ഒക്ടോബർ 17 പ്രശസ്ത നടി മല്ലികയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹം. അഭിനയ ജീവിതത്തിൽ 4 നൂറ്റാണ്ട് തികയ്ക്കാനിരിക്കെയുള്ള അദ്ദേഹത്തിന്റെ വിയോഗം ഭാര്യ മല്ലികയെയും അന്ന് കുട്ടികളായിരുന്ന മക്കൾ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും തനിച്ചാക്കിക്കൊണ്ടായിരുന്നു. തന്റെ മക്കൾ വളർന്ന് മലയാള സിനിമയുടെ മുഖ്യധാരയിലെ മിന്നും താരങ്ങളും സംവിധായകരുമൊക്കെയായി മാറുന്നത് കാണാൻ കഴിയാതെയാണ് അദ്ദേഹം യാത്രയായത്. 1997 പ്രദർശനത്തിനെത്തിയ വംശം എന്ന ചിത്രത്തിലെ കുരിശിങ്കൽ വക്കച്ചൻ എന്ന വേഷമായിരുന്നു അവസാനത്തേത്. സുകുമാരന്റെ ജീവിതം ഒരു നടന്റെ വിജയകഥ മാത്രമല്ല, കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും വ്യക്തിത്വത്തിലൂടെയും സ്വന്തം ഇടം സൃഷ്ടിച്ച കലാകാരന്റെ ചരിത്രമാണ്. വേദിയിൽ നിന്നാരംഭിച്ച് വെള്ളിത്തിരയിൽ തിളങ്ങി തന്റെ അഭിനയത്തിലൂടെ തലമുറകളെ സ്വാധീനിച്ച അദ്ദേഹം
ഇന്നും മലയാള സിനിമയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന മഹാനടനാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ മലയാള സിനിമയുടെ വളർച്ചയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഭിനയത്തിലെ മികവ്, ജീവിതത്തിലെ ആത്മാഭിമാനം, അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം, കുടുംബത്തിന് നൽകിയ പ്രാധാന്യം എന്നിവയെല്ലാം ചേർന്നാണ് സുകുമാരൻ എന്ന വ്യക്തിത്വം മലയാളികളുടെ മനസ്സിൽ ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നത്.